കേരള ലോ എൻട്രൻസ് എക്സാമിന് ലീഗൽ സ്റ്റഡീസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ലീഗൽ സ്റ്റഡീസിൻ്റെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. അത് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അത് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡ് വാങ്ങാം. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്, ആ ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് തിരിച്ചിരിക്കുന്നത്, അതിൽ വരുന്ന ടോപ്പിക്സുകൾ നമ്മൾ LLBക്ക് പഠിക്കുന്ന ടോർട്ട്, കോൺട്രാക്റ്റ്, ജൂറിസ്പ്രുഡൻസ്, അതേപോലെ IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അങ്ങനെ ടോപ്പിക്സ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനത്തെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ലീഗൽ സ്റ്റഡീസ് പറഞ്ഞ ഗൈഡ് ഇറക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞ ടോപ്പിക്സുകളിൽ നിന്ന് കേരള ലോ എൻട്രൻസ് എക്സാം 2024 കേരള ലോ എൻട്രൻസ് എക്സാമിന് 5 ഇയർ LLBയിൽ 17 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 3 ഇയർ LLBയിൽ 21 ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചത്. അപ്പോൾ ഈ ടോപ്പിക്സ് കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടും അതുപോലെ അത്യാവശ്യം നല്ല വാസ്റ്റായ ടോപ്പിക്സുമാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആദ്യം നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷനും അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്, അതേപോലെ തന്നെ GK, ഇംഗ്ലീഷ് 36 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് വയ്ക്കും. അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഇത് സമാധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ടോപ്പിക്സ് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടോർട്ടിൻ്റെ ക്ലാസ്, കോൺട്രാക്റ്റ്, അതുപോലെ ഭാരതീയ ന്യായ സംഹിത അത് റിലേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷേ IPCയുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ പഠിക്കുക. അതുപോലെ തന്നെ ഇത് മാത്രം ഫോക്കസ് ചെയ്താണ് ഞാൻ ഗൈഡ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഗൈഡും ക്ലാസ്സുകളും വെച്ച് സമാധാനമായിട്ടിരുന്ന് പഠിക്കുക. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു വാശിയൊന്നും വേണ്ട, എന്നാലും സമാധാനമായിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഈ ലീഗൽ സ്റ്റഡീസിൽ തന്നെ നമുക്ക് ടോർട്ടൊക്കെ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് കണ്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ലീഗൽ മാത്സ് സിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഗൈഡിൽ 100ഓളം ലീഗൽ മാത്സ് സിംസ് കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കണം. അങ്ങനെ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. ഇനി ഞാൻ പ്രിപ്പയർ ചെയ്ത ആ ഗൈഡിലെ കണ്ടൻസ് ഞാൻ വായിക്കാം. ലോ ഓഫ് ടോർട്ട് ഉണ്ട്, ലോ ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട് ഉണ്ട്, ജൂറിസ്പ്രുഡൻസ്, ഫാമിലി ലോ, ഫാമിലി കോർട്ട് ആക്ട്, ഇങ്ങനെ ടോപ്പിക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിന് ശേഷം അപ്പോൾ ലോ ഓഫ് ടോർട്ട് എടുത്താൽ ലോ ഓഫ് ടോർട്ടിന് ശേഷം തന്നെ അതിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ലോ ഓഫ് കോൺട്രാക്റ്റ് എടുത്താൽ അതിന് ആ ടോപ്പിക് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതനുസരിച്ച് തിയറി നോക്കി പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ടോപ്പിക്കും കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി പഠിക്കാം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന്. പിന്നെ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ഉണ്ട്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, സിവിൽ പ്രൊസീജിയർ കോഡ് ഉണ്ട്, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയമം എവിഡൻസ് ആക്ടിന് പകരം വന്നതാണ്. ലീഗൽ മാത്സിംസ് കൊടുത്തിട്ടുണ്ട്. ലീഗൽ മാത്സിംസ് ഫുള്ള് പഠിക്കുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, കമ്പനീസ് ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, IT ആക്ട്, GST, മോട്ടോർ വെഹിക്കിൾസ് ആക്ട്, അതേപോലെ പോക്സോ ആക്ട്, NDPS, കേരള പോലീസ് ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, അഡ്വക്കേറ്റ്സ് ആക്ട്. പിന്നെ അതിന് ശേഷം നീതി ആയോഗ്, അങ്ങനെ ബോഡീസ് കൊടുത്തു. നീതി ആയോഗ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, CBI, NIA, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, അങ്ങനെ ഞാൻ കുറേ ടോപ്പിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു സെപ്പറേറ്റ് ഗൈഡ് ആവാനുള്ള കാരണം. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത ബാക്കി 3 ഗൈഡുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് ഒക്കെ വരുന്ന ആ ഗൈഡ്, അതേപോലെ തന്നെ GK, ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഇത് ശാന്തമായിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇത് കുറച്ച് വാസ്റ്റായി കിടക്കുന്നതുകൊണ്ടാണ്. ഇതിൽ തന്നെ മൊത്തം കാണാപ്പാഠം പഠിക്കുക എന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇതൊരു മിനി LLB പോലെ തന്നെയാണ് ഈ ഗൈഡ്. മിനി LLB പോലെ തന്നെ ഏകദേശം മാത്സ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ അത് മിനി LLB എന്ന് പറയുന്ന പോലെ ഒരു ഗൈഡാണിത്. ഇനി അതേപോലെ ഭാരതീയ ന്യായ സംഹിത പണ്ട് IPC ആയിരുന്നു. IPCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ IPCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് BNS അത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഞാൻ ലീഗൽ സ്റ്റഡീസ് റിലേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഓരോ ഓർഡറിൽ ഓരോന്നായിട്ട് കാണുക. അതുപോലെ തന്നെ ഗൈഡ് സൈഡിൽ വെച്ച് പഠിക്കുക. ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അതിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡും ഓർഡർ ചെയ്യാം.